ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 63. സ്ലീഹന്മാരുടെ നടപടി 4-ാമത്തെ അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങളുടെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം അരുളി ചെയ്തവനെ, വിജാതിയർ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ കർത്താവിനെതിരായും അങ്ങയുടെ അഭിഷേകത്തിനെതിരായും ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അങ്ങ് അഭിഷേകം ചെയ്ത യേശു എന്ന അങ്ങയുടെ പരിശുദ്ധ ദാസനെതിരായി ഹേറോദോസും പൊന്തിയോസ് പീലാത്തോസും വിജാതീയരും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. സംഭവിക്കണമെന്ന് അങ്ങയുടെ കയ്യും അങ്ങയുടെ ആലോചനയും മുമ്പേ നിശ്ചയിച്ചതെല്ലാം ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ അങ്ങ് നോക്കണമേ. സൗഖ്യമാക്കുവാൻ അങ്ങ് കൈ നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ അങ്ങയുടെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസ്താവിച്ചു. പത്രോസിനെയും യോഹന്നാനെയും യഹൂദ മതകോടതിയിൽ, സുപ്രീം കോടതിയിൽ, പരമോന്നത കോടതിയിൽ വെച്ച് വിചാരണ ചെയ്ത് ഇനിയും മിണ്ടിപ്പോകരുന്നൊക്കെ എല്ലാം പറഞ്ഞ് തിരിച്ചയച്ചപ്പോൾ അവര് സ്വന്തം കൂട്ടാളികളുടെ അടുക്കൽ വന്നു. അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ആ സ്വന്തം കൂട്ടാളികൾ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ കൂട്ടാളികൾ എല്ലാവരും കൂടി ചേർന്ന് പത്രോസിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. മറ്റുള്ളവരുടെ ഭീഷണി, സഭയുടെ പ്രതികരണം, സഭയുടെ അപേക്ഷ, ഇതൊക്കെയാണ് ഈ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ സഭയുടെ അപേക്ഷയിൽ വളരെ ഗംഭീരമായ തിരുവചനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കേമമായ വാക്കുകൾ, വളരെ ദൈവശാസ്ത്രപരമായ ആഴമുള്ള വാക്കുകൾ. അങ്ങ് അഭിഷേകം ചെയ്ത യേശു എന്നാണ് അവര് പ്രാർത്ഥനയിൽ പറയുന്നത്. ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്ത യേശു. മാമോദീസയുടെ സമയത്ത് ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ തൻ്റെ പുത്രനിലേക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് തൈലം പൂശുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അദൃശ്യമായതിനാൽ അത് ദൃശ്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നതാണ് കൈവപ്പും തൈലാഭിഷേകവും. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റില്ല, ദൈവമാണ്. ദൈവമായ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ ആവസിക്കുന്നു. അന്ന് കർത്താവിന്റെ മേൽ പരിശുദ്ധ റൂഹ വന്നു. അതായത് പ്രാവിന്റെ രൂപത്തിൽ, പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ നിന്നാണ്. പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ അത് കാണാൻ പറ്റും. അത് സ്നാപയോനം കാണും ചെയ്തു. പിന്നീട് കർത്താവ് ഊതിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത് സ്ലീഹന്മാർക്ക്. ഊതിയിട്ട് ഇല്ലേ, ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ഊതി നോക്കിയാൽ ഫീൽ ചെയ്യും, കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഊത്തിലൂടെ നൽകുന്നത് പരിശുദ്ധ റൂഹയാണ്. അപ്പോൾ കാണപ്പെടുന്ന ഒരു അടയാളമുണ്ട്, ഫീൽ ചെയ്യുന്ന ഒരു അടയാളമുണ്ട്, കാണപ്പെടാത്ത പരിശുദ്ധാത്മാവുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും. ഇല്ലേ, ഈ ദൈവമായ കർത്താവ് പരിശുദ്ധ റൂഹായെ അയക്കുന്നത് പ്രാവിന്റെ രൂപത്തിലാണ്. അപ്പൊ കാണപ്പെടുന്ന അടയാളമുണ്ട്, കാണപ്പെടാത്ത ദൈവിക യാഥാർത്ഥ്യമുണ്ട്. ഇതിനാണ് കൂദാശ എന്ന് പറയണേ. അപ്പോൾ മാമോദീസയുടെ സമയത്ത് ദൈവപിതാവ് പുത്രൻ തമ്പുരാന്റെ മേൽ പരിശുദ്ധ റൂഹായെ പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ അയച്ചു, അവനെ അഭിഷേകം ചെയ്തു. ആ കാര്യത്തിലേക്കാണ് ഇവര് ഈ പ്രാർത്ഥനയിൽ വിരൽ ചൂണ്ടുന്നത്. 10-ാമത്തെ അധ്യായം 38-ാം വാക്യത്തിൽ, സ്ലീഹന്മാർ നടപടി 10:38 ഈ സൂചനയുണ്ട്. ഞാൻ പറഞ്ഞ സംഭവം നടക്കുന്നത് ലൂക്കാസിന്റെ സുവിശേഷം 3:21-22 ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് അദൃശ്യനാണ്. ആവാസം ചെയ്തുവെന്ന് ശാരീരികമായിട്ടുള്ള കാണപ്പെടുന്ന ദൃശ്യമായ അടയാളങ്ങളിലൂടെയാണ് ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തുന്നത്. അന്ന് പ്രാവിന്റെ രൂപത്തിൽ, പിന്നീട് ഊതി, പിന്നീട് കൈവപ്പ്. ഇതൊക്കെ കർത്താവ് തന്നെ ചെയ്തതും സ്ലീഹന്മാരെ ഏൽപ്പിച്ചതുമാണ്. അപ്പൊ കത്തോലിക്ക സഭ ചെയ്യുന്നത് വളരെ കറക്റ്റായ സംഗതിയാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമതൊരു കാര്യം പറയുന്നത്, അവർ പൂർണ്ണ ധൈര്യത്തോടെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോഴേ, പ്രാർത്ഥന നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ആ പ്രാർത്ഥനയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു വായിച്ചപ്പോൾ. നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ട് നോക്കിയാൽ ആ പ്രാർത്ഥനയുടെ ഗാംഭീര്യം കാണാം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. മതമർദ്ദനം അവസാനിപ്പിക്കണമേ എന്നല്ല അവർ പ്രാർത്ഥിച്ചത്. എതിർപ്പുകളുടെ മുന്നിൽ പതറാതെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കൽ ചങ്കൂറ്റം നൽകണമേ എന്നാണ്.
ആദിമസഭയുടെ പ്രാർത്ഥന നോക്കിയേ. ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ അങ്ങ് നോക്കണമേ. സൗഖ്യമാക്കുവാൻ അങ്ങ് കൈ നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ അങ്ങയുടെ ദാസന്മാർക്ക് കൃപ നൽകണമേ. മതമർദ്ദനം അവസാനിപ്പിക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. എതിർപ്പുകളുടെ മുന്നിൽ പതറാതെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ചങ്കൂറ്റം നൽകണമേ എന്നാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങളിൽ. 1 തെസ്സലോനിക്കക്കാർക്കുള്ള 1-ാമത്തെ ലേഖനം 2:2 പൗലോസ് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിനോട് പ്രതികരിച്ചു. സ്ഥലം കുലുങ്ങി എന്നാണ്. സ്ഥലം കുലുങ്ങി. അവർ പരിശുദ്ധാത്മ നിറഞ്ഞവരായി സകല സ്ഥലത്തും ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. സ്ലീഹന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആരംഭിച്ചത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെയും പരിശുദ്ധാത്മാവിൽ സംസാരിച്ചവനെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അങ്ങനെയല്ലേ തുടങ്ങിയത്? നമ്മൾ ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നോക്കിയേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചവനും അങ്ങനെയാണ് തുടങ്ങിയത്. ഞങ്ങളുടെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം അരുളി ചെയ്തവനെ, വിജാതിയർ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ കർത്താവിനെതിരായും അങ്ങ് അഭിഷിക്തനെതിരായും ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അങ്ങ് അഭിഷേകം ചെയ്ത യേശു എന്ന അങ്ങയുടെ വിശുദ്ധ ദാസനെതിരായി ഹേരോദോസും പന്തിയോസ് പീലാത്തോസും വിജാതിയരും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒരുമിച്ച് കൂടി സംഭവിക്കണമെന്ന് അങ്ങയുടെ കയ്യും അങ്ങയുടെ ആലോചനയും മുമ്പേ നിശ്ചയിച്ചതെല്ലാം ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ പിതാവ് ഇല്ലേ, ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് സ്രഷ്ടാവെന്ന നിലയിൽ, പിന്നെ പുത്രൻ തമ്പുരാന്റെ പിതാവെന്ന നിലയിൽ. ഇതാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്, സ്രഷ്ടാവെന്ന നിലയിൽ. അപ്പം ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ സ്രഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്ത വാക്കുകൾ അത് ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് പ്രാർത്ഥിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന നിലയിൽ പിതാവായിരിക്കുന്ന ദൈവം തമ്പുരാൻ, പരിശുദ്ധാത്മാവിനെ സംസാരിച്ചവൻ, ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടാണ് പ്രാർത്ഥന. ആ 2 കാര്യങ്ങളും സത്യമാണെന്ന് തെളിയിക്കുകയാണ് സ്ഥലത്തിന്റെ കുലുക്കവും വചനം പ്രസംഗിക്കാനുള്ള ധീരതയും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ദൈവം. അപ്പൊ സ്ഥലം കുലുക്കുകയാണ്, ഒരു കുലുക്കം. ഇതൊന്നും സംഭവിച്ചില്ലെന്ന് പറയാൻ പാടില്ല. കാരണം നമുക്ക് എത്രയോ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. അപ്പോൾ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ദൈവം. ഈ പ്രപഞ്ചത്തെ കുലുക്കുന്നത് അവനാണ്. അവിടെ നിന്ന് കുലുക്കിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കൊടുക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ പിതാവ് സ്രഷ്ടാവ് എന്ന നിലയിൽ അവൻ അത് തെളിയിക്കുകയാണ്. പിന്നെ വചനം പ്രസംഗിക്കുന്ന ധീരത കൊടുക്കുന്നു. ബാഹ്യമായ ചില ലക്ഷണങ്ങൾ, ചില അടയാളങ്ങൾ അത് വ്യക്തികളിൽ മാത്രമല്ല സഭയുടെ കൂട്ടായ്മയിലും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ വ്യക്തികളിലും സഭ കൂട്ടായ്മയിലും പരിശുദ്ധ റൂഹ നിറയാണ്. എന്നിട്ട് അവിടെ അത് എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സ്ലീഹന്മാരുടെ സമൂഹം പെന്തക്കോസ്ത് ദിനത്തിലെ അനുഭവത്തിലൂടെ വീണ്ടും കടന്നു പോകുകയാണ്. ഒരിക്കൽ കടന്നു പോയത് പറഞ്ഞിട്ട് വീണ്ടും കടന്നു പോകരുത് പറയരുത്, അല്ലേ? കടന്നു പോകേണ്ട കാര്യമില്ലെന്ന് പറയരുത്. അന്ന് കടന്നു പോയതുപോലെ ഇപ്പോഴും കടന്നു പോകുകയാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ചതുപോലെ ഇപ്പോഴും സംഭവിക്കുകയാണ്. അങ്ങനെ അവർ കൃപയിൽ നവീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ സ്വീകരിച്ചാൽ പോരാ, സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് കൂദാശകളിൽ നടക്കുന്നത്. മാമോദീസയിൽ, സ്ഥൈർലേപനത്തിൽ, കുർബാനയിൽ, കുംഭസാരത്തിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ പേഴ്സണൽ പ്രാർത്ഥന, സഭാത്മക കൂട്ടായ്മയിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അനുദിന ശീലമാണ്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും 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 നവീകരിക്കപ്പെടുക. ഇതാണ് കൃപയിൽ നവീകരിക്കപ്പെടുക എന്ന് പറയുന്നതിന് അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ സ്ഥിരമായ ശക്തിപ്പെടുത്തൽ, ധൈര്യപ്പെടുത്തൽ നമുക്കുണ്ടാകണം. അപ്പം നമുക്ക് ആരും പേടിയില്ലാതെ വചനം പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ അങ്ങേയറ്റം എളിമയോടും ശാന്തമായും ഒക്കെ വേണം പറയാൻ. കാരണം സത്യം നാളെ സൂര്യൻ ഉദിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും മുദ്രാവാക്യങ്ങൾക്ക് ശക്തി കൂടുമ്പോൾ അതിന് പുറകിലുള്ള സത്യത്തിന് ബലക്ഷയമുണ്ടെന്നാണ് പറയുക. നമ്മൾ അത്രയും അല്ലേ, അങ്ങനെ പറയേണ്ട കാര്യമില്ല. സത്യം വിജയിക്കും. പക്ഷെ ധൈര്യപൂർവ്വം, ചങ്കൂറ്റത്തോടെ, എന്നാൽ എളിമയോടെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം എല്ലാവരോടും. ഇതാണ് പെന്തക്കോസ്തിന്റെ അനുഭവം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കാനുള്ള ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.